ഹലോ ഗൈസ്, എന്തുകൊണ്ട് വിശേഷം? കുറേ നാളായല്ലോ നമ്മളൊന്ന് കണ്ടിട്ട്. ഇന്നിപ്പോൾ കിച്ചൂസിന് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ കഴക്കൂട്ടത്തുള്ള പെറ്റ്സ് വേൾഡിലോട്ട് പോവുകയാണ് കേട്ടോ. കിച്ചു കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അവൾക്കൊരു മീനിനെ വേണമെന്ന്. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇന്ന് അത് നടപ്പിലാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിലോട്ട് വന്നതാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ കുറേ ഫൈറ്റർ ഫിഷും പിന്നെ അല്ലാതെ സരിഗപ്പി അങ്ങനെ കുറച്ച് മീനൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. തൊപ്പിക്കാരന്മാരായ ഫ്ലവർ ഹോൺ തൊട്ട് നമ്മുടെ ഗോൾഡ് ഫിഷും സാരിഗപ്പിയും ഓസ്കർ ഫിഷും പിന്നെ കോയി കാർപ്പ് അങ്ങനെ കുറേ വെറൈറ്റി മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മീൻ മാത്രമല്ല വേറെ ചില കൂട്ടരും കൂടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ മറ്റു ചില സുഹൃത്തുക്കൾ. അപ്പോൾ ഇങ്ങനെ കുറേ വെറൈറ്റി പക്ഷികളും കൂടെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നല്ല ഇണക്കമുള്ള പക്ഷികളാണ്. കാരണം നമ്മൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് കണ്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓണർ ചേട്ടൻ വന്നിട്ട് ഓരോന്നിനെയും പുറത്തെടുത്തായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം ആളുകളുമായിട്ട് നല്ല ഇണക്കമുള്ള കിളികളാണെന്നുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ഹാംസ്റ്റേഴ്സും ഒരു ഹെഡ്ജ് ഹോഗും പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ഇരവിഴുങ്ങി നല്ല മത്തടിച്ച് കിടക്കുന്ന ഒരു പൈത്തനും ഉണ്ട് കേട്ടോ. പിന്നെ വെളിയിലോട്ട് ചെന്നാൽ നമുക്ക് ഇഗ്വാനെ കാണാം. എത്ര നാളായി തുടങ്ങിയിട്ട്? 10 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഇതാണ് ഗ്രീൻ ഇഗ്വാന. ഇതിന് ചെമ്പരത്തിപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻറ്റി കഴിക്കാൻ കൊടുക്കുവാണ്. അങ്ങനെ കിച്ചൂസ് ഫൈനലി ഒരു ഫൈറ്ററിനെയാണ് സെലക്ട് ചെയ്തത്. അവളിങ്ങനെ ആദ്യം എല്ലാം നോക്കി, എന്നിട്ട് ഫൈറ്ററിൻ്റെ ആ ഒരു ഭംഗിയിൽ ആൾ വീണുപോയി. അങ്ങനെ ഞങ്ങളൊരു ഫൈറ്ററിനെ എടുത്തു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓരോ കിളികളെ പുറത്തെടുക്കുവാണ്. എല്ലാം നല്ല കണ്ടില്ലേ, നല്ല ടൈംഡാണ്. എനിക്ക് പേര് സൺ കൊനിയൂർ. ഇതാണ് എൻ്റെ പറഞ്ഞു വെളിയിലോട്ട് പോകത്തില്ലേ?
ഇത് കുഴപ്പമില്ല. തോളത്തിരിപ്പുണ്ടാ? പേടിയുണ്ടോ? ഈ ചെവി എന്താ ഇന്ന് വന്നാ മതി. ഞങ്ങളോട് വരുന്നോ? സ്മോൾ കൊനിയർ, പൈനാപ്പിൾ കൊനിയർ. അതല്ല ഈ ഗോൾഡിന്റെ ഫുഡ് ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. സൈസ് ആവാനുണ്ട്. കുഞ്ഞിതാ പക്ഷെ വലിയ ബീക്കാ കടിക്കൂ. നമ്മൾ ടൈം ചെയ്തുകൊണ്ടൊന്നും കടിക്കത്തില്ല. എക്ലച്ചസ് പാരറ്റ്. ഇതിപ്പം 3 മാസം. ഹലോ ഹലോ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഓരോന്നായിട്ട് പഠിപ്പിക്കണം. ഹലോ 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 ശ്രദ്ധ മാറി. ഹലോ 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 Me too. ഗ്രേ പാരറ്റ് അല്ലേ? ഗ്രേ പാരറ്റ്, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ്? ഇതൊക്കെ ഒറ്റ പീസായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? പെയറായിട്ടൊന്നും അല്ല. അല്ല, പേരായിട്ട് വേണം നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ ഇത് നമുക്ക് ഹാൻഡ് ഫീഡ് കുഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 40,000 രൂപ സ്റ്റാർട്ട് ചെയ്യും. തീരെ കുഞ്ഞല്ല, നമ്മൾ അത്യാവശ്യം ഫെദറായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ പ്രൈസ് ഇതാണ്. പ്രൈസ് അപ്പൊ ഈ മെക്കാവിനൊക്കെ പ്രൈസ് എത്ര? നമുക്ക് 1,20,000 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. ഓ സ്റ്റാർട്ടിങ് 50 ലക്ഷത്തിൻ്റെ മെക്കാവയുണ്ട്. ആണല്ലേ? പിന്നെ കളർ നമ്മളുണ്ട്, ബ്ലൂ ആൻഡ് ഗോൾഡ് ഉണ്ട്, ഗ്രീൻ വിങ് ഉണ്ട്, യെല്ലോ അല്ലേ? ഇത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ബ്രീഡായി കിട്ടിയാൽ നല്ല അനങ്ങാകുന്നില്ല. സെൽഫി എടുക്കും കേട്ടോ. പേടി കൂടി ചിരിയാണല്ലോ. മാന്തി തരുമെന്ന് പേടി. ഇല്ലില്ല, അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ചെറുപ്പം മുതലേ ഉള്ള പെറ്റ്സിനോടുള്ളൊരു ഇഷ്ടവും ക്രേസുമാണ് ശിവപ്രസാദ് ഇങ്ങനെ ഒരു പെറ്റ്സ് വേൾഡ് എന്നൊരു ഷോപ്പ് തുടങ്ങാൻ തന്നെ കാരണം. അപ്പോൾ ഗൂഗിളിൽ നല്ല റേറ്റിംഗ് ആണ്, നല്ല റിവ്യൂസൊക്കെയാണ് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്ന് വാങ്ങാമെന്ന് കരുതിയത് തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പെറ്റ്സും ഫിഷും ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.